ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 14ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. വലിയ ആഘോഷങ്ങളൊന്നുമില്ലേ, കാരണം ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് അങ്ങ് ആഘോഷിച്ചായിരുന്നു. അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. എന്നാലും ചേട്ടൻ എനിക്കൊരു ചുരിദാർ മേടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതല്ല, ഇത് പഴയ ചുരിദാറാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ഇന്നൊരു ഷോർട്ടൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രഗ്നൻറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്തൊക്കെ നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല കറുപ്പ് വരാറുണ്ടല്ലേ. കറുപ്പ് എന്ന് പറയുമ്പോൾ സാധാ കറുപ്പല്ല, നല്ല കട്ട കറുപ്പ് തന്നെ വരാറുണ്ട്. എൻ്റെ കഴുത്തിലും അത്യാവശ്യം നല്ല കറുപ്പ് തന്നെ വരാറുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ നല്ല ഒരു 5 മാസം കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം സൈഡിലൊക്കെ ഇങ്ങനെ കറുപ്പ് വരാറുണ്ടായിരുന്നു. അവിടെ കഴുത്തിൽ മാത്രമേ കറുപ്പ് വരാറുള്ളൂ കേട്ടോ. മുഖം അത്യാവശ്യം നിറം ഉണ്ടായിരുന്നു, പക്ഷേ കഴുത്ത് ഭയങ്കര കുളമായിട്ടാണ് ഉണ്ടായിരുന്നത്. അന്നേരമൊക്കെ ഡെലിവറി കഴിഞ്ഞ ശേഷമായിട്ട് ഞാൻ നല്ലൊരു പാക്ക് കഴുത്ത് തേക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാക്കായിട്ട് നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. എല്ലാ ദിവസവും ഞാനിത് രാവിലെയും വൈകുന്നേരം കുളിക്കുമായിരുന്നു. രാവിലെയും വൈകുന്നേരം ഈ ഒരു പാക്ക് നല്ലോണം തേച്ച് കൊടുത്തിട്ട് കടലമാവ് ഉപയോഗിച്ച് കഴുകി കളയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ആ കറുപ്പൊക്കെ നല്ലവണ്ണം കുറഞ്ഞ് കിട്ടിയായിരുന്നേ. അപ്പോൾ ആ ഒരു പാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട്. ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഈ സമയത്തൊക്കെ നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കഴുത്തിൽ മാത്രമല്ല, മുഖത്തും എൻ്റെ കയ്യിലും കാലിലൊക്കെ ദേഹത്തൊക്കെ ഈ ഒരു പാക്ക് അമ്മ എനിക്ക് തേച്ച് തരാറുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. അപ്പോൾ നല്ലൊരു പാക്കാണത്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കും. ഈ ഒരു പാക്ക് ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ സ്കിന്നുകാർക്ക് ഇപ്പം തേക്കുമ്പോൾ കുരുക്കൾ വരുമെന്ന് പേടിക്കേണ്ട, കാരണം നമ്മളിതിൽ കടലമാവ് ഉപയോഗിച്ച് കഴുകി കളയുന്നുണ്ട്. ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ധൈര്യമായിട്ട് തന്നെ ഇത് തേക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തേക്കണത്, എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു പാക്കിനായിട്ട് വേണ്ട സാധനം ചെറിയൊരു കഷ്ണം പച്ചമഞ്ഞളാണ്. മഞ്ഞപ്പൊടിയല്ല, പച്ചമഞ്ഞൾ കേട്ടോ. പച്ചമഞ്ഞൾ വേണം. പിന്നെ വേണ്ടത് ഈ ഇലയാണ്. ഇതാണ് കൊടകൻ്റെ ഇല. കൊടകൻ എന്ന് നമ്മൾ പറയും കേട്ടോ. ഈ ഇലയാണ് നമ്മളിതിൽ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കേണ്ടത്. ഒരു പിടി കൊടകൻ്റെ ഇലയും ഒരു ചെറിയൊരു കഷ്ണം പച്ചമഞ്ഞൾ. അപ്പോൾ ഞാനിത് നമ്മുടെ കഴുത്തിനും മുഖത്തിനും തേക്കാനുള്ള ആ രീതിയാണ് പറയുന്നത്. നമുക്കിത് കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അളവുകളെല്ലാം കൂട്ടിയെടുക്കണം കേട്ടോ. ഇതാണ് കൊടകൻ്റെ ഇല. കൊടകൻ എന്നൊക്കെ പറയും, ചില സ്ഥലത്ത് കൊടിഞ്ഞീന്നോ അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് പറയുന്നത് കൊടകൻ എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, നമ്മുടെ കിഡ്നിയുടെ ഒരു ഷേപ്പാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണിത്. ഇത് നമ്മൾ അരച്ച് കുടിക്കുക. നമ്മൾ സന്ധിവാതത്തിന്, പ്രഷറിന്, പിന്നെ എന്താ പറയുക, ഷുഗറിന് അങ്ങനെയൊക്കെ അരച്ച് കുടിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിതൊന്നും അരച്ചൊന്നും കുടിക്കാറില്ല. ഇത് ഫേസ് പാക്കായിട്ട് മാത്രമേ തേക്കാറുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്താണ് കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ ഇത് ചെടീൻ്റെ അടുത്തായിട്ട് നട്ട് വെച്ചേക്കണത്. അതുകൊണ്ട് വെള്ളമൊക്കെ നനച്ച് കൊടുക്കുമ്പം ഇതിലോട്ടൊക്കെ അങ്ങ് വെള്ളം കിട്ടുമല്ലോ. അന്നേരത്തേക്ക് ഇത് നന്നായിട്ട് അങ്ങ് വളരും കേട്ടോ. ഇതിന് പ്രത്യേക വളങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. ഇവിടെയൊക്കെ ഉണ്ട്. നല്ലൊരു സൂപ്പറാട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള കറുത്ത പാടൊക്കെ കുറയാനൊക്കെ ഈ കൊടകൻ്റെ ഇല സഹായിക്കും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു കഷ്ണം മഞ്ഞളെടുക്കുക, ഒരു പിടി കൊടകൻ്റെ ഇല. ഇത് ഞാൻ മുഖത്തും കഴുത്തിലും തേക്കാൻ വേണ്ട രീതി മാത്രമായിട്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവുകളൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം കഴുകണം കേട്ടോ. ഈ മഞ്ഞളും ഈ കൊടകൻ്റെ ഇലയും നല്ല വൃത്തി കഴുകിയിട്ട് ഇടികല്ലിൽ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. മിക്സിയിലെ ജാറിലും നന്നായിട്ട് നരഞ്ഞ് കിട്ടത്തില്ല, കാരണം ഒരു ഇച്ചിരിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇടികല്ലിൽ വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു കഷ്ണം മഞ്ഞളില്ലേ, മഞ്ഞൾ ആദ്യം ഇടികല്ലിലിട്ട് നന്നായിട്ട് അങ്ങ് ചതച്ചെടുത്തതിന് ശേഷം ഈ കൊടകൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പാക്ക്. ഈ പാക്ക് ഞാനെന്തെൻ്റെ കഴുത്തിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. മുഖത്ത് തേക്കുന്നില്ല കേട്ടോ, കഴുത്തിൽ തേക്കുകയാണ്. എല്ലാ ദിവസവും തേക്കുമ്പോൾ നല്ല മാറ്റം അറിയാൻ കഴിയും കേട്ടോ. ഒരു 10-20 മിനിറ്റ് നമ്മുടെ കഴുത്തിലങ്ങ് വെച്ച് കൊടുത്താൽ മതി. കഴുത്തിലായാലും മുഖത്തായാലും ഒരു 20 മിനിറ്റ് മതി കേട്ടോ. എന്നിട്ട് കടലമാവ് ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി.
എൻ്റെ കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ നല്ല കറുപ്പായിരുന്നു. അതൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞായിരുന്നു കേട്ടോ ഈ ഒരു പാക്ക് തേച്ചിട്ട്. ഇത് മാത്രമല്ല 2-3 പാക്കൊക്കെ ഞാൻ തേക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇത് തേക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം അറിയാൻ കഴിഞ്ഞായിരുന്നേ. ഏറ്റവും വലിയ സങ്കടമാണ് നമ്മുടെ കഴുത്തിന് ചുറ്റിനും ഒരു കറുത്ത പാട് വരണല്ലേ. അയ്യോ, ചില ആൾക്കാർക്ക് കൈമുട്ടിയിലും അതുപോലെ കൈയുടെ ഈ ഭാഗമല്ലേ ഇവിടെയൊക്കെ വരാറുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. എനിക്ക് വന്നത് ഈ കഴുത്തിന് ചുറ്റിന് കറുത്ത പാട്. കറുത്തെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ കളറില്ല, എന്നാലും നല്ല കട്ട കറുപ്പായിരുന്നു. എന്നിട്ട് നമ്മൾ ആശുപത്രിയിലൊക്കെ പോവില്ലേ, ആശുപത്രിക്ക് പോകുമ്പം 2-3 പേര് ചോദിച്ചു എന്താ കഴുത്തിന് പറ്റി ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നേ. അതേപോലെ ഇത് എന്ത് തേച്ചാൽ ഇത് മാറുക വിചാരിച്ചു. അന്നേരം അവരൊക്കെ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല അടിപൊളിയൊരു പാക്ക് ഉണ്ട്, തേച്ച് നന്നായിട്ട് മാറി കിട്ടുന്നു കേട്ടോ. അങ്ങനെ ഡെലിവറി വരെ നോക്കിയിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ഒന്ന് കറുത്ത പാടൊന്ന് മാറ്റിയെടുക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ആ സമയത്തും തേച്ച് കൊടുക്കാം കേട്ടോ. എന്നാലും ഡെലിവറി കഴിഞ്ഞ ശേഷമാണ് നല്ലോണം പാടൊക്കെ നല്ലോണം കുറയുക. നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ല ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആണെന്ന്. എൻ്റെ കഴുത്ത് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി കളയുന്നത് കുറച്ച് കടലമാവ് ഉപയോഗിച്ചിട്ടാണ് കഴുത്ത് നല്ല വൃത്തിയിൽ അങ്ങ് കഴുകി കളയേണ്ടത്. ഇപ്പോൾ ഫേസിലാണെങ്കിൽ നമ്മൾ നല്ലോണം തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് കടലമാവ് ഉപയോഗിച്ച് കഴുകി കളയുക കേട്ടോ. സോപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.